ഇത് എക്സ്ട്രീം 200R എന്ന് പറയുന്ന ബൈക്കാണ് ഹീറോയുടെ. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എക്സ്ട്രീം 200R നമുക്കിപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ എടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വില കുറവുള്ളതായിട്ടുള്ള മോഡേൺ 200cc ബൈക്ക് എന്നുള്ളതാണ്. മോഡേൺ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ NS, ഡ്യൂക്ക്, RTR അതേപോലെയുള്ള 200cc ബൈക്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം, സസ്പെൻഷൻ, ബ്രേക്സ്, വീൽസ്, ടയേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മോഡേൺ 200cc ബൈക്സിനോട് കമ്പയറബിൾ ആണ്. അതായത് ഇതിൻ്റെ ഫ്രെയിം വരുന്നത് ഡയമണ്ട് ഫ്രെയിമാണ്. നല്ല ഹാൻഡ്ലിങ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇനി കുറച്ചുകൂടെ പവറുള്ള എൻജിൻ ഇതിനകത്ത് വെച്ചാലും അതിനെ താങ്ങാൻ പറ്റുന്നതായിട്ടുള്ളൊരു ഫ്രെയിമാണ് ഇതിനുള്ളത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 37mm ടെലിസ്കോപ്പിക് ഫോക്സാണ് വരുന്നത്. അതേപോലെ ബാക്കിൽ 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ് വരുന്നത്. പിന്നെ വീൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും 17 ഇഞ്ച് വീൽസാണ് വരുന്നത്. ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ NSനൊക്കെ വരുന്നത് പോലെ ഫ്രണ്ടിൽ 100 സെക്ഷൻ, ബാക്കിൽ 130 സെക്ഷൻ ടയേഴ്സാണ് ഇതിൽ വരുന്നത്. ബ്രേക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 276mm ഡിസ്ക് ബ്രേക്കും ബാക്കിൽ 220mm ഡിസ്ക് ബ്രേക്കുമാണ് വരുന്നത്. മാത്രമല്ല ഫ്രണ്ടിൽ സിംഗിൾ ചാനൽ ABSും കൊടുത്തിട്ടുണ്ട്. എൻജിൻ ഒഴിച്ചേർത്തിയ ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഇതിനെ മോഡേൺ 200cc ബൈക്ക് എന്ന് പറയാൻ കാരണം. ഇതിൻ്റെ മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനലോഗ് ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, 2 ട്രിപ്പ് മീറ്റേഴ്സ്, പിന്നെ ക്ലോക്ക്, സർവീസ് റിമൈൻഡർ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, പിന്നെ ABSൻ്റെ വാർണിംഗ് ലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മീറ്ററിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലൊരു ഹാലജൻ ഹെഡ് ലാമ്പാണ് വരുന്നത്. 2 പൈലറ്റ് ലാമ്പ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഡിക്കേറ്റർ എല്ലാം നോർമൽ ബൾബ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ലൈറ്റ് LED ആണ്. പിന്നെ ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു സിമ്പിളായിട്ടുള്ളൊരു എൻജിനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 200cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ SOHC കാർബറേറ്റഡ് എൻജിനാണ് ഇതിനകത്ത് വരുന്നത്. ഈ എൻജിനെന്ന് പറഞ്ഞാൽ യൂണിക്കോൺ, അച്ചീവർ അങ്ങനെയുള്ള ബൈക്സിലൊക്കെ വന്നിരുന്ന ആ എൻജിനെ എടുത്തിട്ട് അതിൻ്റെ ബോർ വലുതാക്കിയിട്ട് വൈബ്രേഷനും നോയ്സും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഒരു ബാലൻസർ ഷാഫ്റ്റും കൊടുത്ത് ഇറക്കിയിരിക്കുന്ന എൻജിനാണ് ഈ എൻജിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഈ എൻജിൻ്റെത്. എക്സ്പൾസിന് ഉപയോഗിക്കുന്ന സെയിം എൻജിൻ തന്നെയാണ്. ആദ്യം ഇറങ്ങിയ എക്സ്പൾസ്, എക്സ്ട്രീം 200S എന്ന് പറയുന്ന ബൈക്കും എല്ലാം ഈ എൻജിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ടാങ്കിൽ ഇതേപോലെ ടാങ്ക് ഷൗട്ട്സ് വരുന്നുണ്ട്. ഇത് നല്ല ലുക്ക് കൊടുക്കുന്നതിലുപരി നമ്മൾ അഗ്രസീവായിട്ടൊക്കെ റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നീ ടാങ്കിൽ ലോക്ക് ചെയ്യാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യും. ഈ വണ്ടി 2019-ലോ 2018-ലോ ലോഞ്ച് ചെയ്തത് ബുദ്ധ് ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ വെച്ചായിരുന്നു ഇതിൻ്റെ മീഡിയ ഡ്രൈവ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് ഹീറോയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നീ ഡൗൺ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിലുള്ള എബിലിറ്റീസ് ഉള്ള വണ്ടിയാണിത്. ഇതിൻ്റെ ഹാൻഡ്ലിങ് നൈസാണ്. മാത്രമല്ല ഹാൻഡ്ലിങ് നൈസാകുമ്പോൾ തന്നെ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി തീരെ മോശമായിട്ടില്ല. അത്യാവശ്യം നമ്മുടെ റോഡ്സിലുള്ള ബമ്പുകളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിംഗിൾ പീസ് സീറ്റാണ്. ബാക്കിലെ സീറ്റിന് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫേം ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ലോങ് റൈഡൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ എൻജിൻ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കി 200cc ബൈക്സിനോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ പെർഫോമൻസ് കുറച്ച് കുറവാണ്. 18 bhpയും 17 Nm ടോർക്കുമാണ് ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ RTRും NSുമായിട്ടൊന്നും ഇതിൻ്റെ പെർഫോമൻസിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇതിൻ്റെ ടോപ്പ് സ്പീഡും 120ഒക്കെയാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. ബാക്കി 200cc ബൈക്സിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 20 km/h എങ്കിലും കുറവാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. പക്ഷേ ഇതിൻ്റെ പർപ്പസ്, ഈ വണ്ടി ഹീറോ ഇറക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ഷോറൂം പ്രൈസ് 90,000 രൂപയായിരുന്നു. അത് മറ്റ് 200cc ബൈക്സിനേക്കാളുമൊക്കെ 10,000-ഉം 20,000 രൂപയൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബൈക്കെന്ന് പറഞ്ഞാൽ മറ്റ് 200cc ബൈക്സിനോട് ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യാൻ ഇറക്കിയ എന്നുള്ളതിലുപരി ഇത് 160, 180 സെഗ്മെൻറ്റിന് എയിം ചെയ്ത് ഇറക്കിയതാണ്. എന്ന് പറഞ്ഞാൽ ആ ബൈക്സിൻ്റെയൊക്കെ ഒരു വിലയ്ക്ക് കുറച്ചുകൂടി പവർ കൂടിയ ഒരു 200cc ബൈക്ക് എന്നുള്ള രീതിയിലാണ് ഇത് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിനെ മറ്റ് 160, 180cc ബൈക്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാളുമൊക്കെ ഒരു സ്ലൈറ്റ്ലി മോർ പെർഫോമൻസ് ഇതിന് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേണമെന്ന് വെച്ചാൽ നമുക്ക് 40-ൽ 5ാമത്തെ ഗിയർ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പക്ഷേ ഒരു 45 സ്പീഡിലൊക്കെ ആയിരിക്കും 5ാമത്തെ ഗിയർ ഇട്ടാൽ കുറച്ചുകൂടെ റെസ്പോൺസീവായിട്ട് ഇത് നിൽക്കുന്നത്. 45 എന്ന് പറഞ്ഞാൽ 3700 RPM ഒക്കെ വരും.
ഇതിനകത്ത് 50 സ്പീഡെന്ന് പറഞ്ഞാൽ ഒരു 4100 RPM ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ ഹൈവേയിൽ പോയപ്പോൾ എനിക്ക് 50 അടുപ്പിച്ച് മൈലേജെങ്കിലും കിട്ടി. പക്ഷേ എല്ലാവരും ഒരു 200cc ബൈക്ക് അങ്ങനെ ഓടിക്കൂല. എന്തായാലും ഒരു 35 മുതൽ 45 റേഞ്ചിൽ ഇതിന് നോർമൽ യൂസിൽ എന്തായാലും മൈലേജ് കിട്ടും. 35 എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിക്ക് കൈയെടുത്തൊക്കെ ഓടിച്ചാൽ മാത്രമേ അത്രയും താഴൂ മൈലേജ്. അല്ലെങ്കിൽ ഒരു നമുക്ക് പതുക്കെ ഓടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 40 എബോവ് കൺസിസ്റ്റൻ്റായിട്ട് ഇത് റിട്ടേൺ ചെയ്യും മൈലേജ്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൈയെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 4 സെക്കൻഡിൽ 60, 12 സെക്കൻഡിൽ 100, അങ്ങനെയുള്ളൊരു പെർഫോമൻസാണ് ഇതിനുള്ളത്. 100 കഴിഞ്ഞാൽ പിന്നെ ക്ലൈംബ് കുറച്ച് സ്ലോ ആണ്. 120, 110 കഴിയുമ്പോഴത്തേക്ക് പിന്നെ എഴഞ്ഞെഴഞ്ഞ് 120 വരെ കയറും വേണമെന്ന് വെച്ചാൽ. ഞാൻ കയറ്റി നോക്കിയില്ല. ഞാനൊരു 100 വരെയൊക്കെ ഈസിയായിട്ട് കയറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻഗിയർ ആക്സിലറേഷനൊക്കെ നൈസാണ്. നമുക്കൊരു 40 എന്നൊക്കെ 100 എത്തണമെങ്കിൽ പെട്ടെന്ന് എത്തിക്കോളും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു പെർഫോമൻസൊക്കെ കൊള്ളാം. ബുദ്ധിമുട്ടൊന്നുമില്ല ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡിലേക്ക് എത്താൻ. മറ്റ് 200cc ബൈക്സിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അണ്ടർ പവേർഡ് ആണെങ്കിൽ പോലും ഇത് തീരെ പവറില്ലാത്ത ബൈക്കൊന്നുമല്ല. 18 HP ഉണ്ട്, 17 Nm ടോർക്കുണ്ട്. ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടാണെങ്കിലും തീരെ അൺകംഫർട്ടബിളൊന്നുമല്ല. വളരെ സ്പോർട്ടി അല്ല, വളരെ അപ്രൈറ്റും അല്ല. അതിനൊരു ചെറിയൊരു സ്പോർട്ടിനെസ് ഉള്ള അപ്രൈറ്റ് റൈഡിങ് പോസ്ചർ എന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ നല്ല ഹാൻഡ്ലിംഗ് ഉള്ള ബൈക്കാണ്, നല്ല സ്റ്റെബിലിറ്റിയാണ്. സ്ട്രൈറ്റ് ലൈൻ സ്റ്റെബിലിറ്റിയൊക്കെ സൂപ്പറാണ്. ഇതിൻ്റെ ഒരു അജിലിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഡ്യൂക്കിൻ്റെ അത്രയൊന്നും ഫാസ്റ്റായിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നൊരു ബൈക്കൊന്നുമല്ല. ഇത് മോസ്റ്റ് അഫോർഡബിൾ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ OLX നോക്കുമ്പോഴത്തേക്കും ചില സമയത്ത് ഒരു 30,000 രൂപ റേഞ്ച് മുതലൊക്കെ ഈ വണ്ടി കാണാൻ പറ്റും. അപ്പം ആ ഒരു റേഞ്ചിൽ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു 2018-19 മോഡലിൽ ഒരു 200cc ബൈക്ക് വേറെ ബൈക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ NS പോലെ ഒരു 2013 മോഡൽ NS ഒക്കെ തന്നെ ഇപ്പോഴും അത്രയും വില കുറഞ്ഞ കൊടുക്കുന്നത് റെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് ABS വരെ വരുന്നുണ്ട്. പവറും കാര്യങ്ങളും കുറച്ച് കുറവാണെങ്കിലും അത് മൈലേജിൽ കോമ്പൻസേറ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല ഹാൻഡ്ലിംഗ് ഉള്ള ഒരു 200cc ബൈക്ക് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാവുന്നതാണ്. യൂസ്ഡ് മാർക്കറ്റിൽ ഇതിന് വില കുറവാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് നെറ്റ്വർക്ക് ഹീറോ ആയതുകൊണ്ട് നല്ല സർവീസ് നെറ്റ്വർക്കാണ്. പിന്നെ ഇതിൻ്റെ പോരായ്മകൾ പറയുകയാണെങ്കിൽ ഈ വണ്ടി കുറേ നാൾ കയറ്റി വെച്ചിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഞാനിത് എടുത്തപ്പോഴത്തേക്ക് ഇതിൻ്റെ ചെറിയ സ്പീഡിൽ ചെറിയ മിസ്സിങ് ഉണ്ട്. സ്പീഡ് ഒരു 3000 RPM കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. പക്ഷേ ചെറിയ സ്പീഡിൽ മിസ്സിങ് ഉണ്ട്. അപ്പോൾ ഞാൻ കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് നോക്കി, സ്പാർക്ക് പ്ലഗ് ഒക്കെ മാറി നോക്കി. എയർ ഫിൽറ്റർ ഇതിൻ്റെ കിട്ടിയില്ല. എയർ ഫിൽറ്ററും കൂടെ മാറി നോക്കണം. പക്ഷേ ഇതുവരെ ആ മിസ്സിങ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എന്നാലും അത് ചെറിയ സ്പീഡിലാണ് അതുള്ളത്. 3000 RPM കഴിയുമ്പോൾ അത് ഇല്ല. പിന്നെ ഇതിൻ്റെ തേർഡ് ഗിയറിൽ നമ്മൾ പതുക്കെ പോകുമ്പോഴത്തേക്ക് ചെറിയൊരു ടാപ്പറ്റ് നോയ്സ് പോലെ ഒരു നോയ്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ തിരക്കിയപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഈ എൻജിൻ അത് കോമൺ ആയിട്ടുള്ളതാണ്. അത് ഈ പർട്ടിക്കുലർ വണ്ടി തന്നെ ഇതിൻ്റെ പഴയ ഓണർ ഷോറൂമിലൊക്കെ കൊടുത്തു നോക്കി. അത് അവർ എന്തൊക്കെയാണ് മാറി കൊടുത്തിട്ട് പിന്നെ ആ നോയ്സ് വന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ നോയ്സ് ഉണ്ടെന്നേ ഉള്ളൂ, അത് കുഴപ്പമൊന്നും ഇല്ല, അത് ഈ വണ്ടിക്ക് ഉള്ളതാണ് എന്നാണ് അവർ പറഞ്ഞതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ ഇതൊരു 10,000 RPM കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൗണ്ട് മൊത്തത്തിലങ്ങ് മാറും. നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു സൗണ്ടാവും.